ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചു. നമുക്ക് ആക്ച്വലി സിലബസിൽ രണ്ട് പമ്പിൻ്റെ വർക്കിംഗ് ആണ് പഠിക്കാനുള്ളത്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പോൾ ഈ വീഡിയോയിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ കാണുന്നത്. അടുത്ത വീഡിയോയിൽ ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെയും സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്ത വീഡിയോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ഇതിൽ ആക്ച്വലി പമ്പ് എന്ന് പറയുന്ന പാർട്ട് ഈ സെക്ഷനാണ്. ഇതാണ് പമ്പ് എന്ന് പറയുന്ന ആക്ച്വൽ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ പമ്പിനെ റൺ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മോട്ടർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആക്ച്വലി പവർ, അതായത് ഇലക്ട്രിസിറ്റി എത്തുന്നത് ഈ പമ്പിലോട്ടാണ്, ഈ മോട്ടറിലോട്ടാണ്. ഈ മോട്ടർ ഉപയോഗിച്ചത് AC മോട്ടർ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഈ AC മോട്ടർ ഉപയോഗിച്ചാണ് ഈ പമ്പിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതായത് പമ്പിനെ ഡ്രൈവ് ചെയ്യുന്നത് ഈ മോട്ടർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ മോട്ടറും പമ്പും കൂടെ ഒരുമിച്ചുള്ള ഒരു ഇൻസ്റ്റലേഷനായിട്ടായിരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ പറയും ചെന്ന് പമ്പ് ഓൺ ചെയ്യും എന്ന് പറയും, അല്ലെങ്കിൽ മോട്ടർ ഓൺ ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ സംഭവം പമ്പായിരുന്നാലും മോട്ടർ ആയിരുന്നാലും ആക്ച്വലി അവിടെ ഓൺ ആവുന്നത് മോട്ടർ തന്നെയാണ്. അപ്പോൾ മോട്ടർ ഓണായി, മോട്ടർ നേരെ പമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെക്കാനിസം വഴി പമ്പുമായിട്ട് ഡയറക്റ്റ്ലി കപ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുമ്പം പമ്പും കൂടെ വർക്കാവും. അപ്പോൾ പമ്പ് ഉപയോഗിച്ചാണ് വെള്ളത്തിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഒരു സർട്ടൺ ഹൈറ്റിലോട്ട് താഴത്തെ, മിക്കവാറും കിണറിലുള്ള വെള്ളത്തിന് ഒരു ഒന്നാമത്തെ നിലയിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയിലോ ഉള്ള ടാങ്കിലോട്ട് എത്തിക്കുന്ന, അപ്പോൾ അതിനുവേണ്ടി പമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ കാണുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പാണ് ബേസിക്കലി നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് സാധാരണ ഒരു നില അല്ലെങ്കിൽ രണ്ട് നില വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പമ്പ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. സാധാരണ റെസിപ്രോക്കേറ്റിംഗ് പമ്പുകൾ ഉപയോഗിക്കുന്ന ഒരു 8 നില 10 നില അത്രയും ഹൈറ്റിലേക്ക് വാട്ടറിനെ പമ്പ് ചെയ്ത് കയറ്റാൻ വേണ്ടിയാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഒന്നാമത്തെ നിലയിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയിലോ ഉള്ള ടാങ്കിലേക്ക് വെള്ളത്തിന് എത്തിക്കണമെങ്കിൽ, അത്രയും കുറഞ്ഞ ഹൈറ്റിലേക്ക് വാട്ടറിന് എത്തിക്കണമെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും തമ്മിൽ ഒരുപാട് ഡിഫറൻസുകളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിസ്ചാർജ് എന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിനാണ്. അതായത് സെൻട്രിഫ്യൂഗൽ പമ്പാണ് എങ്കിൽ നമ്മൾ അവിടെ ടാങ്ക് പെട്ടെന്ന് നിറയും. അതാണ് ഡിസ്ചാർജ് കൂടുതൽ എന്ന് പറയുന്നത്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഡെലിവറി പൈപ്പിൽ കൂടെ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അത് സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിനാണ് ഈ ഡിസ്ചാർജ് കൂടുതൽ. അപ്പോൾ അതായത് ടാങ്ക് പെട്ടെന്ന് നിറയും, കുറച്ച് സമയം കൊണ്ട് ടാങ്ക് നിറയുന്നതായിരിക്കും. അതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹൈറ്റിലേക്ക് വെള്ളത്തിന് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഏത് നോക്കിയാണ് നമ്മൾ പമ്പ് ഏതെന്ന് ചൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ എത്ര ഹൈറ്റിലേക്കാണ് വെള്ളത്തിന് എത്തിക്കേണ്ടത് അതിന് നോക്കിയാണ് പമ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ വീടുകളിൽ 1 നില 2 നില വീടുകളിലൊക്കെ ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല കൃഷി ആവശ്യത്തിനും ഒക്കെ സാധാരണ ഉപയോഗിക്കുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പുകളാണ്. കാരണം കൂടുതൽ ക്വാണ്ടിറ്റി വാട്ടർ അതിനെ പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും കുറഞ്ഞ ടൈം കൊണ്ട്. അപ്പോൾ അവിടെ കൃഷിക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചറിനൊക്കെ വേണ്ടത് അതാണല്ലോ, കൂടുതൽ വെള്ളം പമ്പ് ചെയ്യുക എന്നതാണല്ലോ അവിടുത്തെ മെയിൻ പർപ്പസ്. അല്ല കൂടുതൽ ഹൈറ്റിലോട്ട് എത്തിക്കുക എന്നതല്ലല്ലോ അവിടുത്തെ മെയിൻ പർപ്പസ്. അപ്പം ഈ കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പുകളാണ്. ആ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് അതായത് അതിൻ്റെ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഔട്ടർ കേസിംഗ് ആണ്. ഇത് പമ്പിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ, മോട്ടർ ഇതിൽ കാണിച്ചിട്ടില്ല. മോട്ടർ എന്നുള്ളത് ഇങ്ങോട്ടുള്ള പാർട്ടായിരിക്കും മോട്ടർ, അതിവിടെ കാണിച്ചിട്ടില്ല. ആക്ച്വൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതെന്ന് പറയുന്ന മോട്ടറിൽ നിന്ന് പമ്പിലോട്ട് ഡ്രൈവ് എത്തിക്കണം, അതായത് പവർ എത്തിക്കുന്ന കുറച്ച് കമ്പോണൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതും ആക്ച്വൽ പമ്പിൻ്റെ ഒരു പാർട്ടല്ല എന്ന് തന്നെ പറയാം. ആക്ച്വൽ പമ്പ് എന്ന് പറയുന്നത് ഇത്രയും പാർട്ടാണ് ആക്ച്വൽ പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് 2 പാർട്ടാണ് അല്ലെങ്കിൽ 2 എലമെൻറ്റ്സ് ആണ് ഈ പമ്പിലുള്ളതെന്ന് പറയാം. ഒന്ന് കേസിങ്, നമ്മൾ ഈ പുറത്ത് കാണുന്ന ആ ഒരു കവർ, അതിനെ നമ്മൾ കേസിങ് എന്നാണ് പറയുന്നത്. അതും പിന്നെ രണ്ടാമത്തത് ഈ കേസിങ്ങിൻ്റെ അകത്തിരിക്കുന്ന ഇംബെല്ലർ എന്ന് പറയുന്ന ഒരു അതായത് ഈ ഒരു ഷേപ്പിലൊക്കെ ഓരോ മാനുഫാക്ചേഴ്സും ഓരോ ഷേപ്പിലൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇങ്ങനെ ഇതിൻ്റെ ആനിമേഷൻ നമുക്ക് കാണാം. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൂടെ വെള്ളം കയറി ഇതിൽ കൂടെ പുറത്തു പോകും. ഈ പോർഷനിൽ കൂടെ വെള്ളം അകത്തേക്ക് കയറി ഈ പോർഷനിലൂടെ പുറത്തോട്ട് പോകും. സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ടായിരിക്കും പുറത്തോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റിനെയാണ് ഈ ഇംബെല്ലർ എന്നൊക്കെ പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഒരു ഡിസ്കിൽ അല്ലെങ്കിൽ ഒരു വീലിൽ കുറച്ച് കർവ്ഡ് ബ്ലേഡ്സ് അല്ലെങ്കിൽ കർവ്ഡ് വെയിൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവത്തിനെയാണ് ഈ ഇംബെല്ലർ എന്ന് പറയുന്നത്. ഒരു ഡിസ്കിൽ കർവ്ഡ് ബ്ലേഡ്സ് അല്ലെങ്കിൽ കർവ്ഡ് വെയിൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എലമെൻറ്റിനെയാണ് ഇംബെല്ലർ എന്ന് പറയുന്നത്. ആ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇംബെല്ലർ എന്ന വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം കേസിംഗ് ഉണ്ട്, കേസിങ്ങിൻ്റെ അകത്ത് ഇംബെല്ലറും ഉണ്ട്. അതാണ് ഈ 2 കമ്പോണൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ വെള്ളം അകത്തോട്ട് കയറുന്നത് അതായത് വെള്ളത്തിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഈ പോർഷനിലാണ്. നമ്മുടെ കിണറ്റിൽ നിന്നുള്ള വെള്ളം സക്ഷൻ പൈപ്പ് വഴി നേരെ എത്തുന്നത് ഈ പോർഷനിലോട്ടാണ്.
അടുത്ത ഫിഗറിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ പോർഷനിലോട്ടാണ് കയറുന്നത്. എന്നിട്ട് അതിന് പുറത്തേക്ക് വരുന്ന ഹൈ പ്രഷർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ പുറത്തേക്ക് വരുന്ന ഈ പോർഷനിലൂടെ ആയിരിക്കും. അതാണ് ഡെലിവറി സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. അത് നമുക്ക് എക്സാമിന് വരയ്ക്കേണ്ട ഫിഗർ ഇതാണെന്ന് പറയാം. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് ചോദിച്ചാൽ എന്തായിരുന്നാലും ഫിഗർ വരച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ആ ഫിഗർ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചതാണ് നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഫിഗർ, അധികം കമ്പൗണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വേറെ രീതിയിലുള്ള കുറച്ച് ഫോട്ടോയും ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ ഈ ഇമ്പല്ലർ എന്ന് പറയുന്ന സംഭവം ഈ കേസിങ്ങിൻ്റെ അകത്താണ് വരുന്നത്. ഇത് നമുക്ക് ആദ്യം ഇതിലുള്ള ഓരോ കമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇമ്പല്ലറും കേസിങ്ങും എന്താണെന്ന് കണ്ടു, അല്ലാതെയും കുറച്ച് പാർട്സ് ഇതിലുണ്ട് എന്ന് പറയാം. ആദ്യത്തേതാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്ന സംഭവം. ഈ സക്ഷൻ പൈപ്പിൻ്റെ മീനിങ് എന്താണെന്ന്, എന്തിനാണ് സക്ഷൻ പൈപ്പ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലുള്ള സെയിം സംഭവം തന്നെയാണ്, സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഈ സക്ഷൻ പൈപ്പിലുള്ളത്. സക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ താഴത്തെ ലെവലിലുള്ള വെള്ളത്തിലേക്ക് അത് സക്ഷൻ പൈപ്പ് മുങ്ങിക്കിടക്കും. അതായത് നമ്മുടെ ഇവിടുത്തെ വീടുകളിലെ കേസ് എടുക്കുകയാണെങ്കിൽ കിണറിലോട്ട് പോകുന്ന ആ പൈപ്പിനെയാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സക്ഷൻ പൈപ്പിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്ന ആ വാട്ടറിൻ്റെ ലെവലിനെക്കാളും താഴെ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇതുവഴി ഈസിയായിട്ട് വെള്ളം കയറത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ സക്ഷൻ പൈപ്പ് ഇതുവരെ ഉള്ളൂ എങ്കിൽ വെള്ളം ചാടി ഈ പൈപ്പിൻ്റെ അകത്തോട്ട് കയറുകയൊന്നുമില്ല. എന്തായിരുന്നാലും ഈ പൈപ്പ് എന്ന് പറയുന്നത് ഇമേഴ്സ് ചെയ്തിരിക്കണം ഈ വെള്ളത്തിൽ, ആ വാട്ടറിൻ്റെ ലെവലിനെക്കാളും താഴെ തന്നെയായിരിക്കണം ഈ സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. ഈ സക്ഷൻ പൈപ്പിൻ്റെ ഏറ്റവും എൻഡിൽ, അതായത് കറക്റ്റ് ഇൻലെറ്റ് എന്ന് പറയുന്നത്, സക്ഷൻ പൈപ്പിൻ്റെ ഇൻലെറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആ പോർഷനിൽ, അതിൻ്റെ എൻഡെന്ന് പറയുന്ന ആ സ്റ്റാർട്ടിങ് പോർഷനിൽ ഒരു ഫൂട്ട് വാൾവ്, ഒരു വാൾവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൂട്ട് വാൾവ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ പറ്റുന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ വായിക്കാൻ നോക്കും. ഫൂട്ട് വാൾവ്, FOOT, ഫൂട്ട് വാൾവാണ്. അതായത് നമ്മുടെ കാൽപാദം ആ ഒരു ഫൂട്ട്. അപ്പോൾ ആ ഫൂട്ട് വാൾവാണ് ഇവിടെ താഴെ വെച്ചിട്ടുള്ളത്. ഈ ഫൂട്ട് വാൾവിന് ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഈ ഫൂട്ട് വാൾവിനുണ്ട്. ഈ ഫൂട്ട് വാൾവ് എന്ന് പറഞ്ഞാൽ അതൊരു വൺ വേ വാൾവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൾവ് എന്ന് നമുക്ക് പറയാം. ഈ നോൺ റിട്ടേൺ വാൾവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതും റെസിപ്രോക്കേറ്റിംഗ് പമ്പിലൊക്കെ ഉള്ള ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നോൺ റിട്ടേൺ വാൾവ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ടേ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യത്തുള്ളൂ, തിരിച്ച് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യത്തില്ല. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ സമ്പിൽ നിന്ന്, ഈ വാട്ടർ റിസർവോയറിനെ സമ്പെന്നാണ് വിളിക്കുന്നത്. ഈ സമ്പിൽ നിന്ന് വെള്ളം മുകളിലോട്ട് കയറും, സക്ഷൻ പൈപ്പിലൂടെ മുകളിലോട്ട് കയറും, പക്ഷേ കയറിയ വെള്ളം തിരിച്ചിറങ്ങത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വൺ വേ വാൾവാണ്, അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൾവാണ് ഈ ഫൂട്ട് വാൾവ് എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷനിലോട്ടേ ഫ്ലോ അത് പെർമിറ്റ് ചെയ്യത്തുള്ളൂ, തിരിച്ച് ഫ്ലോ പെർമിറ്റ് ചെയ്യത്തില്ല, അതായത് കയറിയ വെള്ളം തിരിച്ചിറങ്ങത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഫൂട്ട് വാൾവ് എന്ന ആ ഒരു ഡിവൈസ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പം ഫിൽറ്ററോ അല്ലെങ്കിൽ സ്റ്റെയിനറോ ഒക്കെ കാണും. ഇപ്പം കിണറ്റിൻ്റെ അകത്തായിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ കരിയിലകളോ മറ്റ് എന്തെങ്കിലുമൊക്കെ സോളിഡ് ആയിട്ടുള്ള പാർട്സ് എല്ലാം ഈ സക്ഷൻ പൈപ്പ് വഴി അകത്തോട്ട് കയറാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഫിൽറ്ററോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഈ ഫൂട്ട് വാൾവിൻ്റെ കൂടെ കാണും. ആ ഫിൽറ്ററൊന്നും ഇതിൽ ഈ ഫിഗറിൽ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ അതും കൂടെ കാണും. അപ്പോൾ അതും ആ ഫിൽറ്ററും അതിൻ്റെ കൂടെ ഈ ഫൂട്ട് വാൾവും കൂടെ ചേർന്ന ഒരു പാർട്ടായിരിക്കും അവിടെ ഈ പൈപ്പിൻ്റെ ബിഗിനിങ്ങിൽ, അതായത് പൈപ്പിൻ്റെ അറ്റത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫൂട്ട് വാൾവ് എന്ന് പറഞ്ഞാൽ നോൺ റിട്ടേൺ വാൾവാണ്. അതെന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലെ ഫ്ലൂയിഡ് ഫ്ലോ പെർമിറ്റ് ചെയ്യത്തുള്ളൂ, വെള്ളം കയറാൻ മാത്രമേ അത് പെർമിറ്റ് ചെയ്യത്തുള്ളൂ, കയറിയ വെള്ളം തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വാൾവാണ് ഫൂട്ട് വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സക്ഷൻ പൈപ്പ് നേരെ കൊണ്ടുവന്ന് ഈ പമ്പിലോട്ടാണ് കയറുന്നത്. പമ്പിലോട്ട് കയറുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ഈ കാണിച്ചതിന് പോലെ ഈ പോർഷനിലോട്ടാണ് ഈ സക്ഷൻ പൈപ്പ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, അതായത് ഈ സക്ഷൻ പൈപ്പിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നേരെ ഈ പോർഷനായിട്ടാണ്. ഈ പോർഷൻ എന്ന് പറയുന്ന ആ ഇമ്പല്ലർ എന്ന സംഭവം കണ്ടല്ലോ, ആ ഇമ്പല്ലറിൻ്റെ മിഡിലിൽ കറക്റ്റ് നടുക്കുള്ള പോർഷനിലോട്ടാണ് ഈ സക്ഷൻ പൈപ്പിൽ നിന്നുള്ള ഈ ഔട്ട്ലെറ്റ് എന്നുള്ള നേരെ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ പാർട്ടിനെ ആക്ച്വലി ആ ഇമ്പല്ലറിൻ്റെ മിഡിലിൽ വരുന്ന ആ പാർട്ടിനെ ഐ ഓഫ് ദി ഇമ്പല്ലർ എന്നാണ് പറയുന്നത്. ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇമ്പല്ലർ എന്നാണ് പറയുന്നത്. ആ ഇമ്പല്ലറിൻ്റെ ഈ മിഡിലിൽ വരുന്ന പോർഷനെ ഐ ഓഫ് ദി ഇമ്പല്ലർ എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ പോർഷനാണ് ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന ആ പോർഷനിലോട്ടാണ് വെള്ളം ആ സക്ഷൻ പൈപ്പിൽ ഉള്ള കണക്ഷൻ കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതായത് വെള്ളം ഡയറക്റ്റ് കിണറ്റിൻ്റെ അകത്തുനിന്ന് വെള്ളം നേരെ ചെന്ന് കയറുന്നത്, ഈ പമ്പിൻ്റെ അകത്തോട്ട് കയറുന്നത് ഈ ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറയുന്ന പോർഷനിലോട്ടാണ്. അതായത് ഈ ഇമ്പല്ലറിൻ്റെ കറക്റ്റ് മിഡിൽ പോർഷനിലോട്ടായിരിക്കും ഈ വെള്ളം വന്ന് കയറുന്നത്. ഇനി ഈ ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കേസിങ്ങിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കേസിംഗ് ആണ് ഇതാ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ കേസിങ്ങിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ആ കേസിംഗ് ആണ് ഇതാ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഈ കേസിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ഇൻവല്യൂട്ട് കേസിംഗ് എന്നാണ് പറയുന്നത്. ആ വേർഡ് ശ്രദ്ധിക്കുക, ഇൻവല്യൂട്ട് കേസിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇൻവല്യൂട്ട് കേസിംഗ് എന്ന് പറയാൻ കാര്യം അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവല്യൂട്ട് പോലെയാണ് ഇരിക്കുന്നത്. ഇൻവല്യൂട്ടിൻ്റെ ഷേപ്പ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അറിയത്തില്ല എങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇൻവല്യൂട്ട് ഷേപ്പ് എന്താണെന്ന് കിട്ടും.
അപ്പോൾ ആ ഇൻവല്യൂട്ട് ഷേപ്പിൻ്റെ ആ ഒരു രീതിയിലാണ് കേസിങ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇൻവല്യൂട്ട് കേസിംഗ് എന്ന് പറയുന്നത്. ആ ഇൻവല്യൂട്ട് കേസിങ്ങിൻ്റെ അകത്താണ് ഇമ്പല്ലർ വെച്ചിട്ടുള്ളത്. ഈ ഇൻവല്യൂട്ട് കേസിംഗ് ആയതുകൊണ്ടാണ് നിങ്ങളിവിടെ ഈ ഗ്യാപ്പ് നോക്കുക. ഇതിപ്പോൾ ഇമ്പല്ലറാണ്. ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം അതിൻ്റെ കേസിങ്ങിൻ്റെ ആ അവിടെ നോക്കുക, അതിൻ്റെ ആ സർക്കിളിൻ്റെ ആ ഒരു പാത്ത് നോക്കുക. ഇവിടെ ഇപ്പം ഇത്രയും ഗ്യാപ്പാണുള്ളത്. അത് ഇങ്ങോട്ട് പോകും തോറും ഗ്യാപ്പ് കൂടി കൂടി വരുന്ന കാണാമല്ലോ. അതാണ് ഇൻവല്യൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് കൂടുന്തോറും അതിൻ്റെ റേഡിയസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന റേഡിയസ് ഏറ്റവും കുറവായിരിക്കും. അത് ഇങ്ങോട്ട് വരുന്തോറും റേഡിയസ് കൂടി ഇവിടെ എത്തപ്പോഴേക്കും വളരെ കൂടിയ റേഡിയസ് ആവും, അതായത് മാക്സിമം റേഡിയസ് ആവും. അപ്പോൾ ആ റേഡിയസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. യൂണിഫോം റേഡിയസ് അല്ല, റേഡിയസ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇൻവല്യൂട്ട് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇൻവല്യൂട്ട് ഷേപ്പിലുള്ള കേസിംഗ് ആയതുകൊണ്ടാണ് അതിനെ ഇൻവല്യൂട്ട് കേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ ഇമ്പല്ലറും കേസിങ്ങും ആയിട്ടുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും തോറും കൂടിയാണ് വരുന്നത്. ഇവിടെ നിന്നുള്ള ഗ്യാപ്പ് എന്നുള്ള വളരെ കുറവായിരുന്നു. അതേസമയം അത് ഇങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഗ്യാപ്പ് കൂടി വരുന്നു. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ കേസിങ്ങിൻ്റെ ഈ ഷേപ്പാണ്. ഈ വെള്ളം എന്ന് പറയുന്ന വാട്ടർ നേരെ ഐ ഓഫ് ദി ഇമ്പല്ലറോട് അതിൻ്റെ അകത്തോട്ടാണ് കയറുന്നത്. ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറയുന്ന പാർട്ടിലോട്ടാണ് ഈ വാട്ടർ അകത്തോട്ട് കയറുന്നത്. ഈ ഇമ്പല്ലർ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ് വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ പമ്പ് ഓൺ ചെയ്യുമ്പോൾ, അതായത് മോട്ടർ ഓൺ ചെയ്യുമ്പം ആക്ച്വലി അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ അകത്തുള്ള ഈ ഇമ്പല്ലറിനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കറണ്ട് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ഇമ്പല്ലർ വളരെ ഹൈ സ്പീഡ്, ഒരു മേ ബി 5000 6000 RPM അത്ര വളരെ ഹൈ സ്പീഡിലായിരിക്കും ഈ ഇമ്പല്ലർ വളരെ ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമ്പല്ലറിൻ്റെ മിഡിൽ പോർഷനിലോട്ടാണ് ഈ വെള്ളം വന്ന് കയറുന്നത്, സക്ഷൻ പൈപ്പിൽ നിന്നുള്ള വെള്ളം വന്ന് കയറുന്നത്. അപ്പോൾ ഇതിങ്ങനെ വളരെ ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് കയറി, ഇമ്പല്ലറിൻ്റെ അകത്തോട്ട് കയറി പുറത്തോട്ട് തെറിക്കുന്ന, അതായത് പുറത്തോട്ട് സ്പ്ലാഷ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നതും ഈ ഇമ്പല്ലർ വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് കയറുന്ന വെള്ളം പുറത്തോട്ട് സ്പ്ലാഷ് ചെയ്യും, അതായത് പുറത്തോട്ട് തെറിക്കും. ഇവിടെ ഈ വഴി കയറുന്നത് ഈ വഴി ഇമ്പല്ലറിൻ്റെ അകത്തോട്ടുള്ള ഈ സ്പേസ് വഴി, ഈ ഒരു സ്പേസ് വഴി പുറത്തോട്ട് തെറിക്കും. ഈ പുറത്തോട്ട് തെറിക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ കേസിങ്ങിൻ്റെ അകത്തോട്ടാണ് തെറിക്കുന്നത്. കാരണം കേസിങ്ങിൻ്റെ അകത്താണ് ഇമ്പല്ലർ ഇരിക്കുന്നത്. ആ ഇമ്പല്ലറിൽ നിന്ന് ഐ ഓഫ് ദി ഇമ്പല്ലറിലൂടെ കയറുന്ന വാട്ടർ വളരെ ഹൈ സ്പീഡ്, അതായത് വളരെ ഹൈ വെലോസിറ്റിയിൽ പുറത്തോട്ട് തെറിക്കും. സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം വളരെ ഹൈ സ്പീഡിൽ പുറത്തോട്ട് തെറിക്കും. ഈ പുറത്തോട്ട് തെറിക്കുക അല്ലെങ്കിൽ പുറത്തോട്ട് സ്പ്ലാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കേസിങ് ഇരിക്കുന്നത്. കാരണം കേസിങ് ഫുള്ളി ഈ ഇമ്പല്ലറിനെ കവർ ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ കേസിങ്ങിലോട്ടായിരിക്കും ഈ വെള്ളം എത്തുന്നത്. വളരെ ഹൈ വെലോസിറ്റിയിലുള്ള വാട്ടർ നേരെ കേസിങ്ങിലോട്ടായിരിക്കും എത്തുന്നത്. ആ കേസിങ്ങിലോട്ട് എത്തുമ്പോൾ നിങ്ങളിവിടെ ഈ ഡയറക്ഷൻ നോക്കുക, ഈ ഇമ്പല്ലർ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ നോക്കുക. അതായത് ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇമ്പല്ലറിൻ്റെ റൊട്ടേഷൻ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ ഇമ്പല്ലറിൻ്റെ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇമ്പല്ലർ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളം ആ ഒരു ഡയറക്ഷനിലായിരിക്കും പുറത്തേക്ക് തെറിക്കുന്നത്. ആ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം പുറത്തേക്ക് തെറിക്കുന്നത്, അതായത് കേസിങ്ങിൻ്റെ അകത്തോട്ട് തെറിക്കുന്നതും ആ ഒരു ഡയറക്ഷനിലായിരിക്കും. അതിൻ്റെ ആരോ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഇമ്പല്ലറിൽ നിന്ന് കേസിങ്ങിലോട്ട് തെറിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേസിങ്ങിലോട്ട് സ്പ്ലാഷ് ചെയ്യുന്ന വളരെ ഹൈ വെലോസിറ്റിയിലായിരിക്കും സ്പ്ലാഷ് ചെയ്യുന്നത്. ആ ഹൈ വെലോസിറ്റിയിലുള്ള വാട്ടർ ഈ കേസിങ് ഉപയോഗിച്ചാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമ്പല്ലർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് വെള്ളവും ഇങ്ങനെ ആ ഒരു ഡയറക്ഷനിലായിരിക്കും അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ അകത്ത്, കേസിങ്ങിൻ്റെ അകത്ത് കളക്ട് ചെയ്യുന്ന വാട്ടറും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്തുന്ന ഇങ്ങോട്ട് സ്പ്ലാഷ് ചെയ്യുന്ന വാട്ടറും അത് നേരെ ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലായിരിക്കും അത് ഫ്ലോ ചെയ്യുന്നത്. ഈ ഡയറക്ഷനിലോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഹൈ വെലോസിറ്റിയിലാണ് ഇത് സ്പ്ലാഷ് ചെയ്യുന്നത്. ആ ഹൈ വെലോസിറ്റി ഹൈ പ്രഷറായിട്ട് കൺവേർട്ട് ആകും. ആ ഹൈ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻവല്യൂട്ട് ഷേപ്പ് ഈ കേസിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേസിംഗ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പൊന്നുമല്ല, സ്പെറിക്കൽ ഷേപ്പൊന്നുമല്ല, അതൊരു ഇൻവല്യൂട്ട് ഷേപ്പാണ്. അപ്പോൾ ഈ സ്പ്ലാഷ് ചെയ്യണ ഇമ്പല്ലറിൽ നിന്ന് ഹൈ വെലോസിറ്റിയിൽ കേസിങ്ങിലോട്ട് സ്പ്ലാഷ് ചെയ്യുന്ന വാട്ടർ ഈ കേസിങ്ങിലൂടെ കയറി ഇറങ്ങുമ്പോൾ അത് ഹൈ വെലോസിറ്റി കൺവേർട്ട് ചെയ്ത് ഹൈ പ്രഷറായിട്ട് മാറും. അങ്ങനെ ഹൈ പ്രഷർ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്ന വാട്ടർ ഇവിടെ ഈ ഡെലിവറി സൈഡിലോട്ട് എത്തപ്പോഴേക്കും വളരെ ഹൈ പ്രഷറിലോട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഹൈ വെലോസിറ്റി ഹൈ പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഇൻവല്യൂട്ട് കേസിങ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇൻവല്യൂട്ട് കേസിങ്ങിലൂടെ വാട്ടർ ഈ ഡെലിവറി സൈഡിലോട്ട് എത്തുമ്പോൾ, ഡെലിവറി സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സൈഡാണ് ഡെലിവറി സൈഡാണ്, കാരണം ഇതാണ് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെലിവറി സൈഡിലേക്ക് എത്തുമ്പോൾ വളരെ ഹൈ പ്രഷറായിട്ട് മാറുകയും അത് ഈ ഡെലിവറി പൈപ്പിലൂടെ കയറുകയും ചെയ്യും. ആ ഹൈ പ്രഷർ കൂടുന്നതുകൊണ്ട് അത് നേരെ ഈ ഡെലിവറി പൈപ്പിലൂടെ റൈസായി മുകളിലോട്ട് കയറുകയും ചെയ്യും. ഈ ഡെലിവറി പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ കണ്ട പോലെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഡെലിവറി പൈപ്പിന്. അതായത് വെള്ളത്തിനെ ഒരു സർട്ടൻ ഹൈറ്റിലോട്ട് എത്തിക്കുക. ഈ ഡെലിവറി പൈപ്പ് എന്ന് പറയുന്ന പൈപ്പിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് മേ ബി ഒന്നാമത്തെ നിലയിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയിലോ അതിൻ്റെ ഡ്രസ്സിലിരിക്കുന്ന ടാങ്കിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈ പ്രഷർ വാട്ടർ ഈ ഡെലിവറി പൈപ്പിലൂടെ കയറി വളരെ ഹൈറ്റിലോട്ട് എത്തി
ആ ടാങ്കിലോട്ട് അങ്ങ് ഡിസ്ചാർജ് ചെയ്യും, അതായത് ടാങ്കിലോട്ട് ഔട്ട്ലെറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഡെലിവറി പൈപ്പിലൂടെ മുകളിലോട്ടെത്തും, ഒരു സർട്ടൺ ഹൈറ്റിലൂടെ മുകളിലോട്ടെത്തും. അപ്പോൾ ഇവിടെ നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ക്രിയേറ്റ് ചെയ്യുന്ന അത്രത്തോളം ഹൈ പ്രഷറൊന്നും ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്. സിലിണ്ടറിൻ്റെ അകത്ത് ആ പിസ്റ്റൺ പുഷ് ചെയ്ത് അതിനെ വളരെ ഹൈ പ്രഷറിലോട്ട് അതിനെ പുഷ് ചെയ്ത് ഡെലിവറി പൈപ്പിലൂടെ മുകളിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അത്രത്തോളം ഹൈ പ്രഷറൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെ ജസ്റ്റ് ഈ കേസിങ്, ഇൻവല്യൂട്ട് കേസിങ്ങിലൂടെ ആ വാട്ടർ കടന്നു പോകുമ്പോൾ ഈ ഹൈ വെലോസിറ്റി ഇമ്പലറിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം പുറത്തോട്ട് വരുന്ന ഹൈ വെലോസിറ്റി വാട്ടറിനെ ഹൈ പ്രഷറായിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ ഹൈ പ്രഷറായിട്ടുള്ള ഹൈ പ്രഷർ വാട്ടർ ഡെലിവറി പൈപ്പിലൂടെ മുകളിലോട്ട് കയറും. എന്നാലും വളരെ ഹൈ പ്രഷറായിട്ടൊന്നും അവിടെ കൺവേർട്ട് ആവുന്നില്ല. ഈ ഇൻവല്യൂട്ട് കേസിങ് കാരണം കുറച്ച് ഒരു മീഡിയം പ്രഷർ എന്ന് പറയാം, അങ്ങനെ കുറച്ച് ഹൈ പ്രഷറിലോട്ട് അത് മാറുന്നുള്ളൂ. അത് ഈ ഡെലിവറി പൈപ്പ് വഴി പുറത്തോട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിച്ച് ഒന്നാമത്തെ നില അല്ലെങ്കിൽ രണ്ടാമത്തെ നില അത്രത്തോളം ഹൈറ്റിലോട്ട് മാത്രമേ വെള്ളത്തിന് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അത്രത്തോളം ഹൈ പ്രഷറെ അതിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഇതാണ് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ എന്ന് ആ വേർഡ് ഉപയോഗിക്കാൻ കാര്യം, ഈ ഐ ഓഫ് ദ ഇമ്പലറിലൂടെ കയറുന്ന വാട്ടർ ഈ ഇമ്പലർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫിഗറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇമ്പലർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റൊട്ടേഷൻ്റെ ആ ഒരു ഇത് കാരണം, സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം വാട്ടർ പുറത്തേക്ക് തെറിക്കും. ഇമ്പലറിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് തെറിക്കും. ആ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കേസിംഗ് ഇരിക്കുന്നത്. കാരണം കേസിങ്ങിൻ്റെ അകത്താണ് ഇമ്പലർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കേസിംഗ് ഉപയോഗിച്ചായിരിക്കും ആ ഹൈ വെലോസിറ്റി വാട്ടറിനെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം പുറത്തേക്ക് തെറിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ് അതിനെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന വേർഡ് ഉപയോഗിച്ച് ഈ പമ്പിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പമ്പിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഇതിൻ്റെ അകത്ത് ഈ സക്ഷൻ പൈപ്പും ഈ കേസിങ്ങും ഇത് ഫുള്ളും ഇതിൻ്റെ അകത്ത് മുഴുവൻ വെള്ളം തന്നെയായിരിക്കും, വാട്ടർ തന്നെയായിരിക്കും. പമ്പ് ഓൺ ചെയ്യുന്ന സമയത്തേ തന്നെ ഈ സക്ഷൻ പൈപ്പിൻ്റെ അകത്തും ഈ കേസിങ്ങിൻ്റെ അകത്തും സക്ഷൻ പൈപ്പിൻ്റെ അകത്തും ഫുള്ളും വാട്ടർ തന്നെയായിരിക്കും. അതെന്തുകൊണ്ടാണ് വാട്ടർ വന്നത് എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്തായിരുന്നാലും പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സക്ഷൻ പൈപ്പിലായിരുന്നാലും ഇതിൻ്റെ കേസിങ്ങിലായിരുന്നാലും അത് ഫുള്ളും വാട്ടർ, അതിൻ്റെ വെള്ളം നിറഞ്ഞ് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് മോട്ടർ ഓൺ ആവുകയും അത് കാരണം ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് കുറച്ച് ചെറിയൊരു സക്ഷൻ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു വാക്യൂം ഫോം ചെയ്യും. ഈ ഐ ഓഫ് ദ ഇമ്പലർ എന്ന് പറയുന്ന ആ ഏരിയയിൽ കുറച്ച് വാക്യൂം ഫോം ചെയ്യും, അല്ലെങ്കിൽ സക്ഷൻ ഫോം ചെയ്യും. ആ സക്ഷൻ മൂലമാണ് ഇതിൻ്റെ അകത്തുള്ള ഈ സമ്പിൽ നിന്ന് വാട്ടർ നേരെ സക്ഷൻ പൈപ്പ് വഴി കയറി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇമ്പലർ വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇമ്പലറിൽ നിൽക്കുന്ന വാട്ടർ പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇമ്പലറുമായിട്ട് ചേർന്ന് കോണ്ടാക്റ്റ് ഇരിക്കുന്ന വാട്ടർ ആ ഇമ്പലർ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം പുറത്തേക്ക് തെറിക്കും, ഇമ്പലറിൽ നിന്ന് പുറത്തേക്ക് തെറിക്കും. അപ്പോൾ അത് കാരണം അതിൻ്റെ ആ പോർഷനിൽ ഐ ഓഫ് ദ ഇമ്പലർ എന്ന് പറയുന്ന പോർഷനിൽ കുറച്ച് സക്ഷൻ ഫോം ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഒരു വാക്യൂം പോലെ ഫോം ചെയ്യും. ആ വാക്യൂം ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള വാട്ടറും കൂടെ ഈ സമ്പിൽ നിന്ന് ഇൻലെറ്റ് സക്ഷൻ പൈപ്പ് വഴി ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. അവിടെ ഈ ഇമ്പലറിൻ്റെ ഐ ഓഫ് ദ ഇമ്പലർ എന്ന് പറയുന്ന പോർഷനിൽ കുറച്ച് സക്ഷൻ ഫോം ആവുകയും അല്ലെങ്കിൽ കുറച്ച് വാക്യൂം ഫോം ആവുകയും അത് കാരണം ഈ സമ്പിൽ നിന്ന് വാട്ടർ ഈ സക്ഷൻ പൈപ്പ് വഴി കയറി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഐ ഓഫ് ദ ഇമ്പലർ എന്ന് പറയുന്ന പോർഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. ഈ എത്തിക്കൊണ്ടിരിക്കുന്ന വാട്ടർ തന്നെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം ഇമ്പലറിൽ നിന്ന് പുറത്തോട്ട് സ്പ്ലാഷ് ചെയ്യുകയും അത് കേസിങ്ങിൽ കളക്ട് ചെയ്ത് ആ ഹൈ വെലോസിറ്റി ഹൈ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്ത് അത് മുകളിലോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും സക്ഷൻ പൈപ്പും ഈ കേസിങ്ങും അത് ഫുള്ളി വാട്ടർ കൊണ്ട് നിറഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു കേസ് കൂടെ ഉണ്ട്. പിന്നെ ഇനി നോക്കുക, ഇതാണ് എൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ഇതാണ് ഇമ്പല്ലർ എന്ന് പറയുന്നതിൻ്റെ ക്രോസ് സെക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ആനിമേഷനും കൂടെ കാണുക. ഇതാണ് കേസിങ്, സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിങ്. ഇത് ഡെലിവറി സൈഡ്, ഇവിടെ നിന്നാണ് ഹൈ പ്രഷറിൽ വാട്ടർ പുറത്തോട്ട് പോകുന്നത്. ഇതാണ് ഐ ഓഫ് ദ ഇമ്പല്ലർ എന്ന് പറയുന്ന പോർഷൻ. ഇതിൻ്റെ അകത്തോട്ടായിരിക്കും ഇൻലെറ്റ്, അതായത് സക്ഷൻ പൈപ്പിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത്. സക്ഷൻ പൈപ്പിൽ നിന്ന് സമ്പിൽ നിന്ന് വെള്ളത്തിനെ കൊണ്ടെത്തുന്നത് ഈ പോർഷനിലായിരിക്കും. ഇതാണ് ഇമ്പല്ലർ എന്ന് പറയുന്ന ഡിവൈസ്. ഇതിൻ്റെ അകത്തുകൂടെ കയറി ഇതിൻ്റെ അകത്തുകൂടെ ആയിരിക്കും കയറുന്നത്. എന്നിട്ട് ഇവിടുത്തെ ഗ്യാപ്പ് വഴിയായിരിക്കും പുറത്തോട്ട് തെറിക്കുന്നത് വാട്ടർ. അപ്പോൾ ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറയുന്ന പോർഷനിലോട്ടായിരിക്കും വെള്ളം അകത്തേക്ക് കയറുന്നത്. ഇതിങ്ങനെ ഹൈ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഐ ഓഫ് ദി ഇമ്പല്ലറിലോട്ട് എത്തുന്ന വാട്ടർ ആ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം പുറത്തേക്ക് തെറിക്കും. പുറത്തേക്ക് തെറിക്കാനുള്ള ഹോൾ എന്ന് പറയുന്ന ആ ഗ്യാപ്പ് എന്ന് പറയുന്ന ഇമ്പല്ലറിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ. ഇങ്ങനെയായിരിക്കും അത് പുറത്തേക്ക് തെറിക്കുന്നത്. പുറത്തേക്ക് തെറിക്കുന്നതിൻ്റെ കാര്യം സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണമാണ്. അങ്ങനെ പുറത്തേക്ക് ഹൈ വെലോസിറ്റിയിൽ പുറത്തേക്ക് തെറിക്കും. ഈ ഹൈ വെലോസിറ്റി പുറത്തേക്ക് തെറിക്കുക എന്ന് പറഞ്ഞാൽ അത് കേസിങ്ങിൻ്റെ അകത്തോട്ടാണ് അത് കളക്ട് ചെയ്യുന്നത്. കാരണം ഈ ഇമ്പല്ലർ എന്ന് പറയുന്ന കേസിങ്ങിൻ്റെ അകത്താണ് ഈ ഇമ്പല്ലർ വെച്ചിട്ടുള്ളത്. സമ്പിൽ നിന്ന് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട്
ഇത് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. ആ സക്ഷൻ മൂലം ഐ ഓഫ് ദ ഇമ്പല്ലറിൽ ഒരു സക്ഷൻ ഫോം ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് സക്ഷൻ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം സമ്പിൽ നിന്ന് വാട്ടറിനെ അത് സക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കും. ഈ പ്രൈമിങ് എന്ന ഈ വാക്ക് ശ്രദ്ധിക്കുക. അവിടെ ഒരു പ്രൈമിങ് എന്ന വേർഡ് കണ്ടു, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണെന്ന്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കാം, ഇത് കണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് നടക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടെ ബാക്ക്വേർഡ് അടിച്ച് കണ്ടാൽ മതി. എന്താണെന്ന് ഞാൻ പറയാം. അപ്പം സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം കേസിങ്ങിൻ്റെ അകത്തോട്ടായിരിക്കും വാട്ടർ എത്തുന്നത്. അത് ഈ ഇൻവല്യൂട്ട് കേസിങ്ങിലൂടെ കയറി ഇറങ്ങുമ്പോഴേക്കും ഹൈ പ്രഷറായിട്ട് കൺവേർട്ടായി പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഇതാണ് ഇൻവല്യൂട്ട് കേസിങ്. അതിൻ്റെ കേസിങ് കറക്റ്റ് പെർഫെക്റ്റ് സർക്കിളൊന്നുമല്ല, ഒരു ഇൻവല്യൂട്ട് ഷേപ്പാണ് ആ കേസിങ്ങിനുള്ളത്. പെർഫെക്റ്റ് സർക്കിളായിട്ട് നിങ്ങൾ എക്സാമിന് വരച്ച് വെച്ച് കളയരുത്. പെർഫെക്റ്റ് സർക്കിളല്ല, അതിങ്ങോട്ട് പോകും തോറും അതിൻ്റെ റേഡിയസ് കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇൻവല്യൂട്ട് ഷേപ്പ് എന്ന് പറയുന്നത്. ആ ഇൻവല്യൂട്ട് ഷേപ്പിലാണ് ഈ കേസിങ് വരയ്ക്കേണ്ടത്, അല്ല സർക്കുലർ ഷേപ്പിൽ കേസിങ് വരച്ച് വയ്ക്കാൻ പാടില്ല. ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്, അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പ്രൈമിങ് എന്ന് പറയുന്നൊരു വേർഡ് അവിടെ വന്നല്ലോ. പ്രൈമിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൽ. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നീ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് ചോദിക്കും. അതിൻ്റെ കൂടെ തന്നെ വാട്ട് ഈസ് മീൻ ബൈ പ്രൈമിങ് എന്നോ എക്സ്പ്ലെയിൻ ഹൗ പ്രൈമിങ് ഈസ് ഡൺ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതല്ല എങ്കിൽ പ്രൈമിങ് എന്താണെന്ന് എഴുതാനായിട്ട് 4 മാർക്കിന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. വാട്ട് ഈസ് മീൻ ബൈ പ്രൈമിങ്, ഹൗ പ്രൈമിങ് ഈസ് ഡൺ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് സെപ്പറേറ്റ് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പ്രൈമിങ് എന്ന് പറയുന്നത്. ഈ പ്രൈമിങ് എന്ന് പറഞ്ഞാൽ സംഭവം ഈ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പൊക്കെ വീട്ടിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം പറയും, പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് വെള്ളം എടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വെള്ളം കയറുന്നില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കണം എന്ന് സാധാരണ ഈ പമ്പ് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അതായത് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് പറയും. സംഭവം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പമ്പ് ഇതാണ് പമ്പ് എങ്കിൽ ആ പമ്പിൻ്റെ ഈ പോർഷനിൽ കുറച്ച് മുകളിലത്തെ പോർഷനിലായിട്ട് ഒരു അടപ്പ് കാണും, ഒരു ഹോൾ കാണും, അത് അടച്ചു വെച്ചിരിക്കും. ആ അടപ്പ് ഓപ്പൺ ചെയ്താൽ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കാനുള്ള പ്രൊവിഷനുണ്ട്. അത് നമ്മൾ മാനുവലി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കും. ആ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ആ ഇറങ്ങുന്ന വെള്ളം നേരെ ഈ കേസിങ് നിറഞ്ഞ് ഈ സക്ഷൻ പൈപ്പും നിറഞ്ഞ് അത്രയും ക്വാണ്ടിറ്റി വെള്ളം ഇതിൻ്റെ അകത്തോട്ട് നിറച്ചു കൊടുക്കണം. അങ്ങനെ നിറച്ചു കൊടുത്ത് അങ്ങനെ ഈ സക്ഷൻ പൈപ്പും ഈ കേസിങ് നിറഞ്ഞു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്തുകൂടെ പിന്നെ വെള്ളം ഇറങ്ങാതെ പുറത്ത് തുളുമ്പുന്ന ആ ഒരു അവസ്ഥയിലെത്തും. ആ സമയത്ത് വെള്ളം ഒഴിക്കുന്ന നിർത്തിയിട്ട് അടപ്പ് വെച്ച് അടച്ചു വയ്ക്കുന്നത്. എന്നിട്ട് വീണ്ടും പമ്പ് ഓൺ ചെയ്യുമ്പോഴേക്കും ആ വെള്ളം കയറിക്കോളും, വീണ്ടും വെള്ളം പമ്പായിക്കോളും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ്, ഇങ്ങനെ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് കേസിങ്ങിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് പ്രൈമിങ് എന്ന് പറയുന്നത്. സാധാരണ വീടുകളൊക്കെ ചെയ്യുന്നതാണ്. എന്നും ചെയ്യണം എന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളമില്ലാത്തപ്പോഴാണ്. ഈ സക്ഷൻ പൈപ്പും ഈ കേസിങ്ങിൻ്റെ അകത്ത് വെള്ളം ഇല്ല എന്നുള്ള അവസ്ഥ എത്തുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന, വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് പ്രൈമിങ് എന്ന് പറയുന്നത്. അതായത് സക്ഷൻ പൈപ്പും കേസിങ്ങും വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സക്ഷൻ പൈപ്പും ഈ കേസിങ്ങും വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പ്രൈമിങ് എന്ന് പറയുന്നത്. അത് സാധാരണ മാനുവലിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ അതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സിനെ പ്രൈമിങ് എന്ന് പറയും. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഹൈ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സക്ഷൻ ഫോം ചെയ്യുക അല്ലെങ്കിൽ ഒരു വാക്യൂം ഫോം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. ആ സക്ഷൻ ഫോം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം പവർഫുള്ളായിട്ടുള്ള സക്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഇമ്പല്ലറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചിരിക്കും. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചായിരിക്കും എത്രത്തോളം എമൗണ്ട് ഓഫ് സക്ഷനാണ് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ സാധാരണ എയറാണ് ഈ ഇമ്പല്ലറുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് വെള്ളം ഇല്ലാത്ത കണ്ടീഷൻ സമയത്ത് എയർ ആയിരിക്കും ഈ ഇമ്പല്ലറുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്നത്. അങ്ങനെ എയറാണ് ഈ ഇമ്പല്ലറുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്നതെങ്കിൽ, ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് സക്ഷൻ ഫോം ചെയ്യും. പക്ഷേ ആ സക്ഷൻ ഉപയോഗിച്ച്, എയർ ഉപയോഗിച്ചുണ്ടാകുന്ന സക്ഷൻ ഉപയോഗിച്ച് ഈ സമ്പിൽ നിന്ന് ഈ വെള്ളത്തിനെ സക്ക് ചെയ്തെടുക്കാൻ മാത്രമുള്ള അത്രത്തോളം പവർ ആ ഒരു സക്ഷൻ ഉണ്ടാകുന്നതിന് കാണത്തില്ല. കാരണം ഈ എന്ത് ഫ്ലൂയിഡാണോ ഈ ഇമ്പല്ലറായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയർ ആണ് ഇവിടെ ഉള്ളത് എങ്കിൽ അത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സക്ഷൻ ഉപയോഗിച്ച് ഈ സമ്പിൽ നിന്ന് വാട്ടർ ഈ സക്ഷൻ പൈപ്പ് വഴി കയറി പമ്പ് വരെ എത്തത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എയറിനെ റിമൂവ് ചെയ്യണം. എയറിനെ റിമൂവ് ചെയ്ത് വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യും, വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യും.
അപ്പോൾ ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായാലും എയറിനെക്കാളും ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയമാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സക്ഷണം പൈപ്പും ഈ കേസിങ് നിറച്ച് വെള്ളം ഉണ്ട് എങ്കിൽ, വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്തിട്ടാണ് ഈ പമ്പ് ഓൺ ചെയ്യുന്നതെങ്കിൽ, ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പം ആ വെള്ളമാണ് ഇമ്പല്ലറുമായിട്ട് കോൺടാക്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു സക്ഷൻ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. ആ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള സക്ഷൻ എന്ന് പറഞ്ഞാൽ എയർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സക്ഷനെക്കാളും കൂടുതൽ പവർഫുൾ ആയിരിക്കും. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചുള്ള സക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഇതിൽ നിന്ന്, ഈ സമ്പിൽ നിന്ന്, അതായത് ഉള്ളിലുള്ള വെള്ളം, ആ താഴത്തെ ലെവലിലുള്ള ആ വെള്ളം ഈ സക്ഷൻ പൈപ്പ് വഴി ഈ ഐ ഓഫ് ദി ഇമ്പല്ലർ വരെ എത്താനുള്ള അത്രത്തോളം കപ്പാസിറ്റി ആ സക്ഷന് കാണും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ ഉപയോഗിച്ച് സക്ഷൻ ക്രിയേറ്റ് ആവുന്നതിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള സക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഉപയോഗിച്ചുള്ള സക്ഷൻ ആയിരിക്കും. അങ്ങനെ സക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം നിറച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചില സമയത്ത് സാധാരണ മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം കാണും. എന്നും മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് വെള്ളം കാണാം. വെള്ളം എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, ഈ വെള്ളം കയറി നേരത്തെ പമ്പ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് എന്തായാലും വെള്ളം കാണുമല്ലോ. നേരത്തെ പമ്പ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം കാണും. ആ കയറിയ വെള്ളം തിരിച്ചിറങ്ങത്തില്ല. ഇപ്പോൾ ഈ സക്ഷൻ പൈപ്പ് വഴി ഐ ഓഫ് ദി ഇമ്പല്ലർ വരെ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആ സമയത്തായിരിക്കും നമ്മൾ പമ്പ് ഓഫ് ചെയ്യുന്നത്. പമ്പ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഐ ഓഫ് ദി ഇമ്പല്ലർ വരെ എത്തുന്ന വെള്ളം അവിടെ തന്നെ നിൽക്കും. ഈ കേസിങ്ങും ഈ സക്ഷൻ പൈപ്പും കയറിയ വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിന്നോളും. പമ്പ് ഓഫ് ചെയ്യപ്പോഴേക്കും കയറിയ വെള്ളം അവിടെ തന്നെ നിൽക്കും. അത് തിരിച്ചിറങ്ങത്തില്ല. തിരിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫൂട്ട് വാൾവ് എന്ന് പറയുന്ന ആ ഡിവൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കയറിയ വെള്ളം എന്തായാലും തിരിച്ചിറങ്ങത്തില്ല. സാധാരണഗതിയിൽ ആ വെള്ളം അവിടെ തന്നെ നിന്നോളും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റാർട്ട് ആയിക്കോളും. അല്ലാതെ വെള്ളം പമ്പ് എടുക്കാത്ത ഒരു അവസ്ഥ വരുന്നില്ല. എന്തായാലും വെള്ളം തന്നെയായിരിക്കും. ഇൻ കേസ് ചില സമയത്ത് ഈ ഫൂട്ട് വാൾവിൽ ലീക്ക് വല്ലതും കാണാം. അതായത് ലീക്ക് വല്ലതും ഉണ്ട് എങ്കിൽ ഈ സക്ഷൻ പൈപ്പിലുള്ള അല്ലെങ്കിൽ കേസിങ്ങിനുള്ള വെള്ളം എന്നുള്ളത് ചിലപ്പം കുറവായിരിക്കാം. ചിലപ്പോൾ സക്ഷൻ പൈപ്പിൻ്റെ ഇതുവരെ വെള്ളം കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഇതുവരെ വെള്ളം കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഈ കേസിങ്ങിൻ്റെ ഈ പോർഷൻ വരെയൊക്കെ വെള്ളം കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഓപ്പണിങ് പ്രൈമിങ്ങിന് വേണ്ടിയുള്ള ഒരു ഹോൾ അവിടെ കാണും. ആ ഹോൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഓട്ടത്തോട്ട് വെള്ളം നിറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഫൂട്ട് വാൾവിലൊക്കെ ലീക്കേജ് ഉണ്ട് എങ്കിൽ ഇതിൻ്റെ അകത്ത് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി വാട്ടർ കാണത്തില്ല. ആ കേസിലാണ് നമ്മൾ വാട്ടർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ സക്ഷൻ പൈപ്പും പിന്നെ ആ കേസിങ്ങും അത് നിറയുന്നത് വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ആ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയാം. ഇതാ ഇനി ആനിമേഷൻ നമുക്ക് ഒന്നും കൂടെ കാണാം. ആ പ്രൈമിംഗ് എന്ന് പറയുന്ന കാര്യം അതിൽ കാണിച്ചായിരുന്നു. നമുക്കത് ഒന്നും കൂടെ നോക്കാം. ആ പ്രൈമിംഗ് എന്ന് പറയുന്ന സംഭവം ഇത് ഇമ്പല്ലർ, കേസിങ്ങിൻ്റെ അകത്താണ് ഇമ്പല്ലർ ഇരിക്കുന്നത്. ഇത് ഇമ്പല്ലറിൻ്റെ ഷേപ്പ്. ഇത് ഐ ഓഫ് ദി ഇമ്പല്ലർ. ഇവിടെയായിരിക്കും സക്ഷൻ പൈപ്പിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. സക്ഷൻ പൈപ്പിൽ നിന്ന് വെള്ളം നേരെ ഈ ഐ ഓഫ് ദി ഇമ്പല്ലറിലോട്ടാണ് എത്തുന്നത്. ആ ഇമ്പല്ലറിൻ്റെ അകത്തോട്ട് കയറി അതിൻ്റെ അകത്തുള്ള ഗ്യാപ്പിലൂടെയാണ് പുറത്തോട്ട് തെറിക്കുന്നത്. സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം വാട്ടർ പുറത്തോട്ട് തെറിക്കും. ആ പുറത്തോട്ട് പോകുന്ന വാട്ടറിനെ കളക്ട് ചെയ്യുന്നത് കേസിങ്ങിലാണ്. ഇൻവെലൂഡ് കേസിങ്. ഇങ്ങനെയാണ് പുറത്തേക്ക് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാണും പുറത്തേക്ക് പോകുന്നത്. ഇത് ഇമ്പല്ലർ ഹൈ സ്പീഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ റൊട്ടേഷൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. വളരെ ഹൈ സ്പീഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഇമ്പല്ലർ. ഇനിയാണ് പ്രൈമിങ്ങിൻ്റെ സംഭവം കാണിക്കുന്നത്. ഇവിടെ ഇപ്പം വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ സമ്പിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം എത്തിക്കൊണ്ട്, കാരണം വാട്ടർ ഉപയോഗിച്ചുള്ള സക്ഷനാണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്, ഇമ്പല്ലർ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമ്പിൽ നിന്ന് വാട്ടർ ഈ സക്ഷൻ പൈപ്പ് വഴി കയറി ഇവിടെ എത്തിക്കോളും. ഇൻ കേസ് ഇവിടെ അതാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് വാട്ടർ ഇല്ല എങ്കിൽ നമ്മൾ പ്രൈമിംഗ് എന്ന പ്രോസസ്സ് കാണും. കാരണം ഇവിടെ ഇപ്പം വാട്ടർ ഇല്ല, ജസ്റ്റ് എയർ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്താലും ആവശ്യത്തിന് സക്ഷൻ ക്രിയേറ്റ് ആവത്തില്ല. ഈ സമ്പിൽ നിന്ന് വാട്ടർ ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ള സക്ഷൻ എയർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ എയറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും വാട്ടർ കൊണ്ട് നിറയും. എന്നിട്ട് അത് പമ്പ് ഓൺ ചെയ്യുമ്പം അവിടെ പമ്പിങ് നടന്നോളും. ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ ഫിഗർ, സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് ചോദിക്കുകയാണ്, ഈ ഫിഗർ വരയ്ക്കുക, ഇത് പാർട്സ് മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേസിങ് ഒരിക്കലും സർക്കുലർ ആയിട്ട് വരച്ച് കളയരുത്. ഇതൊരു ഇൻവല്യൂട്ട് ഷേപ്പാണ് കിട്ടേണ്ടത്. ഈ റേഡിയസ് ഇത് ഇങ്ങോട്ട് വരും തോറും കൂടിയാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇൻവല്യൂട്ട് ഷേപ്പ് എന്ന് പറയുന്നത്. ആ ഷേപ്പിൽ വേണം വരയ്ക്കാൻ, സർക്കുലർ ഷേപ്പിൽ വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഫിഗർ വരയ്ക്കുക. ഫിഗറിന് ഒരു 4 മാർക്കോളം കാണും. പിന്നെ വർക്കിംഗ് എഴുതുക, എന്താണ് വർക്കിംഗ് എന്ന് എഴുതുക. അതിൻ്റെ നോട്ട്സ് ഞാൻ തരാം. ആ നോട്ട്സ് സിമ്പിളായിട്ട് തന്നെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും സിമ്പിളായിട്ടുള്ള നോട്ട്സ് ഞാൻ തരാം, അത് എഴുതിയാൽ മതി. ഇതും എഴുതുക. പിന്നെ പ്രൈമിംഗ് എന്താണെന്ന് കൂടെ പഠിച്ച് വയ്ക്കുക. പ്രൈമിങ്ങിന് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മേ ബി സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെയും പ്രൈമിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതല്ല എങ്കിൽ സെപ്പറേറ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് മീൻ ബൈ പ്രൈമിംഗ് എന്നോ എങ്ങനെയാണ് പ്രൈമിംഗ് ചെയ്യുന്നതെന്നോ ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കും.
അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.